എയർപോർട്ടിൽ നിന്ന് വരുന്ന ആ വഴി ഒക്കെ ഭയങ്കര സെക്യൂരിറ്റിയും ബന്ദോബസ്തും ഒരു എന്താ പറയുന്ന ഒരു യുദ്ധത്തിന്റെ ഒരു അടിസ്ഥാനത്തിലുള്ള ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഫുൾ പട്ടാളക്കാരും പോലീസുകാരും വലിയ പിന്നെ ഗൺസും അതും ഇതൊക്കെ വെച്ചിട്ട് നമ്മളും ഒരു സെക്യൂരിറ്റിയിലാണല്ലോ വരുന്നത് MLA-മാരായത്. അപ്പം പക്ഷെ അവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ സ്ഥലം എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇത്രയും വലിയൊരു ദുരന്തമാണെന്നുള്ളത് അപ്പോഴും അറിഞ്ഞൂടായിരുന്നു. പിന്നീട് ഞങ്ങള് MLA ആവാസില് വരുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറിയപ്പോഴത്തേക്കാണ് ഇത്രയും പേര് മരിച്ചു, ഇത്രയും ഭീകരാന്തരീക്ഷമുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നത്. അതുപോലെ ഈ ഇവിടെ മുഴുക്കെ മലയാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ സീസണാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാശ്മീർ വരാനാണ്. ഞാൻ തന്നെ ഒരു 4-5 വലിയ സംഘങ്ങളെ കണ്ട് ഫ്ലൈറ്റിൽ തന്നെ മലയാളി സംഘങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും ശ്രീനഗറിലോട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് മലയാളികൾ ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു വലിയ ഒരു ഉത്കണ്ഠ ഞങ്ങൾക്കുണ്ടായിരുന്നു. 8:30 മണി വരെ മലയാളികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞൂടായിരുന്നു. ഇപ്പോഴാണ് ഒരു മലയാളി മരിച്ചു എന്നുള്ളത് ഞാൻ പിന്നെ പത്രമാധ്യമത്തിലൂടെ ഞാൻ അറിയുന്നത്. ചാനലിൽ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. നമ്മൾ MLA-മാരൊക്കെ ഉള്ളത് ഏത് സ്ഥലത്താണ്? എല്ലാരും ശ്രീനഗർ MLA ഹോസ്റ്റലിലാണ്. ഇവിടുത്തെ MLA അധിക സുരക്ഷ കിട്ടിയിട്ടുണ്ടോ അവിടെ? ഇപ്പോൾ പിന്നെ അതിന് ഈ ഭാഗത്തേക്കൊന്നും ഒരു മനുഷ്യൻ വരില്ല. അങ്ങനെ അത്രയും വലിയ സുരക്ഷിതമാണ്. ഷമീർ, മുകേഷ് MLA-യുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അവർ ആദ്യം ആ ഭീകരതയുടെ അളവ് മനസ്സിലാക്കിയിരുന്നില്ല, പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് തൊട്ടരികിൽ തന്നെയാണ് ഭീകരാക്രമണം നടന്നതെന്ന വിവരം പിന്നീടാണ് അറിയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്.